ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഹെൽമിലൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. ഇന്ന് നമ്മൾ നേരത്തെ റെസിപ്പി ഇതിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എന്താ പറയുന്നത്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റൈസാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത്. നല്ല രുചിയാണ്. അത് വെച്ച് നോക്കിയവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ രുചി എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. എവിടെ മക്കളെ സൗണ്ട് കേൾക്കുന്നേ? എവിടാ? എവിടാ? കൊടുത്ത് പാട്ടുപാടി പ്രാർത്ഥിക്കുന്നത് ആരാ? അപ്പൊ കുഞ്ഞായിരിക്കുമ്പോ തൊട്ടേ ഓസ്റ്റിൻ ജോസാനുമായിട്ട് ഭയങ്കര കൂട്ടം. അന്ന് തൊട്ടേ വല്യോപ്പ 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 എന്ന് പറഞ്ഞ് കുറേ നടക്കും. ഇപ്പോഴും ജോസാൻ എവിടെ പോകാൻ ഇറങ്ങിയാലും അവനും കൂടെ പോകണം. ദിവസം 10 ദിവസം പുറത്തു പോയാൽ ഈ 10 പ്രാവശ്യം അവനും വലയെ കാണും. ഇനി എവിടെയെങ്കിലും പോകണ്ട എങ്കിൽ പോലും വല്യോപ്പ വാ വല്യോപ്പ നമുക്കിടയിൽ പോവാം വല്യോപ്പ എന്നും പറഞ്ഞിരിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇറച്ചിച്ചോറ് വെച്ചപ്പോൾ അത് വറ്റിച്ചാണ് എടുത്തത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ്. കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക. അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ ഊറ്റിയെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചു. അതാകുമ്പോൾ കുറച്ച് നന്നായിട്ട് വേവുകയും ചെയ്യും, കുറച്ചുകൂടി ചോറ് സോഫ്റ്റ് ആവുകയും ചെയ്യും. എൻ്റെ കയ്യിൽ അരി എന്ന് പറയുന്നത് ബസ്മതി ഗോൾഡാണ്. ഞാൻ കാണിക്കാം. കഴിഞ്ഞ ചിക്കൻ ബിരിയാണി വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. അത് അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ് കേട്ടോ, സാധാ ബസ്മതിയുടെ കൂട്ടല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ നന്നായിട്ട് വേവിച്ച് വാർത്തിടാമെന്നും. നമ്മൾ ഒരു പരുവത്തിന് വേവിച്ചിട്ട് വാർത്തിടുമ്പോൾ ആ അരി തടയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വേവും. പുറത്ത് JCB പോകുന്നതിൻ്റെ സൗണ്ടാണേ. പോട്ടെ. റോഡിൻ്റെ അല്ല, പൈപ്പ് ഇടുന്നത് കാണിച്ചില്ലേ? അപ്പോൾ കുടിവെള്ള പദ്ധതിയുടെ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓരോ ഏരിയ കവർ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ എന്നും വണ്ടി പോകുന്നതും വരുന്നുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വറ്റിച്ചാണ് എടുത്തത്. ഇപ്രാവശ്യം നല്ല വേവുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള അരി ഏതാണോ അതിൽ ഡിപ്പെൻഡാണ് കേട്ടോ. അധികം വേവില്ലാത്തതാണെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് നല്ല വേവും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിന്നെ ഉറക്കാൻ കൊണ്ടുപോയില്ലേ? നിന്നെ ഉറക്കാൻ കൊണ്ടുപോയല്ലേ? ആണ്ട ഫോൺ അടിക്കുന്നു. അപ്പോൾ അരി ഏകദേശം അരമണിക്കൂറാണ് ഞാൻ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചതാണേ. കണ്ടോ, ഇതാണ് അരി. നല്ല നീളമുള്ള നമ്മുടെ സാധാ വെള്ള അരി ഇല്ലേ ചോറ് വെക്കുന്ന അതേ കളറാണ്, ബസ്മതി ഗോൾഡ്. അപ്പം ഇത് ഇച്ചിരി കുതിർന്ന ശേഷം വെള്ളം വാലാനായിട്ട് ഇട്ട് വെച്ചാലും കുഴപ്പമില്ല. കണ്ടോ, ഇതിപ്പോൾ ഞാനൊന്ന് വെള്ളം വാലാനായിട്ട് മാറ്റാൻ പോവാം. ഇവിടെ കുറച്ച് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല. അളവ് ചെറിയ അളവിലുള്ള റെസിപ്പി കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. 1 കിലോ അരിക്ക് 1/2 കിലോ ബീഫ്, അതാണ് കണക്ക്. കാരണം ഇതിന് ഒത്തിരി ബീഫിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഉള്ളി പറക്കുന്ന ആരാ? എൻ്റെ ഉള്ളി പറക്കുന്ന ആരാ? അയ്യോ, കൊണ്ട് മുറ്റത്തൊന്നും ഇടരുതേ. വേണം അതുപോലെ കൊണ്ട് മുറ്റത്ത് തട്ടും. ഇതെന്തോ ചെയ്യാനാ?
മൊത്തം വാരി ഇടുന്നേ. ഇത്രയും ദിവസം ഇല്ലായിരുന്നല്ലോ ഈ സ്വഭാവം, ഇന്നാന്നോ? ഇത്രയും ദിവസം ഉള്ളി അവിടെ ഇരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? എന്തുവാ പരസ്യപ്പെടുന്നു? അത് ശരി. അപ്പോൾ ഈ റൈസിന് ബീഫ് നിങ്ങൾ സ്പെഷ്യലായിട്ട് റൈസ് വെക്കാനായിട്ടാണ് ഇച്ചിരി വലിയ പീസായിട്ട് കട്ട് ചെയ്യണേ. ഇത് കറിക്ക് വേണ്ടി ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ്. കുറച്ച് വലിയ പീസാണ്, നമുക്ക് കാണാൻ ലുക്കും കുറച്ചുകൂടി നല്ലത്. ഇതിപ്പം കറി പീസാണേ, സാരമില്ല. അതിനകത്തേക്ക് ഞാനിപ്പോൾ ഏകദേശം ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ റൈസിൻ്റെ ഗ്രേവി എന്ന് പറയുന്ന ഈ സവാളയൊക്കെയാണേ. അപ്പോൾ ഞാൻ കണക്ക് കറക്റ്റ് പറയുന്നില്ല. ഞാൻ 1/2 കിലോ ബീഫിൽ ചെയ്തിരിക്കുന്ന റെസിപ്പിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ പിൻ ചെയ്ത് വെച്ചേക്കാമേ. കാരണം ഇത് ഇത്തിരി കൂടുതലുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി, ഗരം മസാല, മുളക് പൊടി. അപ്പോൾ ഇത് എരിയില്ലാത്ത മുളക് പൊടിയെ ലേശം എരിയുള്ളത് കൂടി ഇടുന്നേ. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എരി അനുസരിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഇനിയുള്ള പ്രോസസ്സിങ് ഉണ്ടല്ലോ അന്നേരം കുരുമുളക് പൊടി ഇട്ടാലും മതി. നമ്മളിതിനെ ഒന്ന് വരട്ടുമൊക്കെ ചെയ്യുമല്ലോ അന്നേരം. മല്ലിപ്പൊടി, ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരിടണം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വേണം ഞെരിടാൻ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഇത്തിരി ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എൻ്റെ ഈ വെളിച്ചെണ്ണ ഇല്ലാഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിരുന്നാൽ അത്രയും നല്ലതാണ്. ഞാൻ ആദ്യം വിചാരിച്ച ഒരു വലിയ പാത്രത്തിലിട്ട് നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ ഇട്ടിട്ടൊന്ന് ഇങ്ങനെ ഇളക്കാമെന്നാണ്. പിന്നെ വിചാരിച്ച് വീണ്ടും കുക്കറിലോട്ട് ഇടണം, പല പാത്രത്തിലാക്കണം. അതുകൊണ്ട് ഇതിൽ തന്നെ ആക്കിയതാണ്. നോൺ വെജ് കഴിക്കാത്ത പല അമ്മമാരും വീട്ടിലുള്ളവർക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. കമൻ്റാണോ പേഴ്സണൽ മെസ്സേജാണോ എന്ന് ഓർക്കുന്നില്ല. നന്നായിട്ട് ഞെരടി യോജിപ്പിക്കാം. അപ്പോൾ സാധാരണ കുക്കറിൽ ഞാൻ ബീഫ് വെക്കുമ്പോൾ വെള്ളം ചേർക്കാറില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത്തിരി ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പിന്നീട് നമുക്ക് ആ ഗ്രേവി വേണം. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കറിൽ, നിങ്ങളുടെ കുക്കറിൽ ഡിപ്പെൻഡാണ് എത്ര വിസിൽ വേണമെന്നുള്ളത്. ഞാനിപ്പോൾ 4 വിസിൽ വരുത്തുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വേവിക്കാനുള്ളതാണ്. അന്നേരം അത് വീണ്ടും വേവും. ഒരു 80% വെന്താൽ മതിയേ. അപ്പോൾ ഇതിലേക്ക് ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയി, വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര്, കുറച്ച് മല്ലിയില, കറിവേപ്പില, പുതിനയില. പുതിനയില ഒത്തിരി വേണ്ട, ജസ്റ്റ് ഒരു ഇച്ചിരി മണത്തിന് വേണ്ടി. റൈസ് വെന്തം തോന്നുന്നു, നല്ല മണം വരുന്നു. അരി പരുവത്തിന് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ബാക്കി നമുക്ക് വീണ്ടും ഇത് വേവിക്കാനുള്ളതാണേ. തടയിൽ കിടന്നും വേവും, ഊറ്റട്ടെ. അപ്പോൾ അരി വാർത്തു കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ പുരാവസ്തു സർട്ടിഫിക്കറ്റുകൾ കാണണമെങ്കിൽ കാണാമേ. 3ാം ക്ലാസ് തൊട്ടുള്ളതുണ്ട്. പൊട്ടറ്റോ ഗാദറിംഗ് വെച്ചാൽ എന്തോ ഷിഞ്ചു ഇപ്പം ബാഗൊക്കെ ഇടുക്കി പെറുക്കിയപ്പോൾ ഒരു ഫയലിനകത്ത് കിട്ടിയത് ഷിഞ്ചുവിൻ്റെ പഴയ സർട്ടിഫിക്കറ്റുകൾ. ഇത് 3ാം ക്ലാസ്സിൽ പൊട്ടറ്റോ പറക്കലിന് കിട്ടിയ സർട്ടിഫിക്കറ്റാണ്. ഇതെന്താണ് 5ാം ക്ലാസ്സിൽ 400 മീറ്റർ റിലേ അതിൻ്റെ. ഇത് 4ാം ക്ലാസ്സിലെ ഫാൻസി ഡ്രസ്സിൻ്റെ.
എൻ്റെ കയ്യിൽ ഒന്നുമില്ല കേട്ടോ. ഞാൻ ഓട്ടത്തിനും ചാട്ടത്തിനും പാട്ടിനും ഒക്കെ ഉണ്ടായിരുന്നു. ഒറ്റ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലില്ല. ഗ്രൂപ്പ് സോങ്ങിന്റെ ഒപ്പന, തിരുവാതിര എല്ലാത്തിനും ഞാൻ ചേരുമായിരുന്നു. ലൈറ്റ് മ്യൂസിക്. പക്ഷെ ഒറ്റ സർട്ടിഫിക്കറ്റ് എൻ്റെ ഇല്ല. ഇത് 5ാം ക്ലാസ്സിലെ 50 മീറ്റർ ഓട്ടം. പ്രൈസ് ഒക്കെ ഒന്ന് നോക്കട്ടെ. പൊട്ടറ്റോ പറക്കൽ ഫസ്റ്റ് പ്രൈസ്, റിലേക്ക് ഫസ്റ്റ് പ്രൈസ്, 4ാം ക്ലാസ്സിൽ ഫാൻസി ഡ്രസ്സിന് സെക്കൻഡ് പ്രൈസ്, 5ാം ക്ലാസ്സിൽ 50 മീറ്റർ ഓട്ടം സെക്കൻഡ് പ്രൈസ്. ഇത് 4ാം അല്ലല്ലേ 5, 6, 7ാം ക്ലാസ് 100 മീറ്റർ. ഈ 100 കിഡീസ് ഈ 100 മീറ്റർ ഓട്ടമാണോ? സെക്കൻഡ് പ്രൈസ്. ഓട്ടക്കാരിയായിരുന്നു. ഇത് 4ാം ക്ലാസ്സിലെ 50 മീറ്ററിന്റെ ഓട്ടത്തിന് സെക്കൻഡ് പ്രൈസ്. ഇത് 3ാം ക്ലാസ്സിലെ 50 മീറ്റർ ഓട്ടം ഫസ്റ്റ് പ്രൈസ്. കൊള്ളാം. ഇത് 9ാം ക്ലാസ്സിൽ 400 മീറ്ററിൽ തേർഡ് പ്രൈസ്. ഇത് 5, 6, 8ാം ക്ലാസ്സിൽ 400 മീറ്റർ സെക്കൻഡ് പ്രൈസ്. 7ാം ക്ലാസ്സിൽ ലോങ് ജമ്പിന് ഫസ്റ്റ് പ്രൈസ്. 9ാം ക്ലാസ്സിൽ 200 മീറ്റർ സെക്കൻഡ് പ്രൈസ്. കുറെ ഉണ്ടല്ലോ. അടുത്ത 10ാം ക്ലാസ്സിൽ 100 മീറ്ററിൽ തേർഡ് പ്രൈസ്. ഇത് 9ാം ക്ലാസ് അല്ലല്ലേ, ഇത് +1 +1. 3000 മീറ്റർ നടത്തത്തിന് ഫസ്റ്റ് പ്രൈസ്. അയ്യോ ചുമ്മാതല്ല നടക്കുന്നത്. ഇത് 10ാം ക്ലാസ്സിൽ 3000 മീറ്റർ നടത്തത്തിന് സെക്കൻഡ്. ഇത് 12ാം ക്ലാസ്സിൽ 1500 മീറ്റർ ഓട്ടം ഫസ്റ്റ് പ്രൈസ്. ഇത് 10ാം ക്ലാസ്സിൽ 3000 മീറ്റർ നടത്തം സെക്കൻഡ് പ്രൈസ്. പുള്ളി വലിയ പുള്ളിയാണ്. ഇത് ഇൻഡിവിജ്വൽ ചാമ്പ്യൻ 5, 6, 8ാം ക്ലാസ്സിലെ. എൻ്റെ ദൈവമേ, ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കുവാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഒറ്റ സർട്ടിഫിക്കറ്റ് ഉള്ളില്ല. എൻ്റെ ഉള്ള എല്ലാ മത്സരത്തിനും ചേരുമായിരുന്നു. പാട്ട്, ഡാൻസ്, ഒപ്പന, നാടകത്തിന് വരെ ഉണ്ടായിരുന്നു. ഒറ്റ ഒരെണ്ണം എൻ്റെ കയ്യിലില്ല. ഈ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത് 5ാം ക്ലാസ് തൊട്ടേ ഞങ്ങൾ അഞ്ചൽ ഈസ്റ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. മാപ്പിളപ്പാട്ട്, ലൈറ്റ് മ്യൂസിക്, ഗ്രൂപ്പ് സോങ്, ഒപ്പന, തിരുവാതിര ഇതിനെല്ലാം ചേരുമായിരുന്നു. ഗ്രൂപ്പ് ഡാൻസ് എല്ലാത്തിനും സർട്ടിഫിക്കറ്റുകളും കിട്ടിയിട്ടുണ്ട്. ജില്ലാ ലെവൽ വരെ പോയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എൻ്റെ കയ്യിലില്ല. സത്യമായിട്ട് ആ കാലം ഓർക്കുക. അന്ന് യൂത്ത് ഫെസ്റ്റിവലിന് തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ കയറി ഹാജരി വെക്കും. അത് കഴിഞ്ഞാൽ ഉടനെ പ്രാക്ടീസ് എന്നും പറഞ്ഞ് ഇറങ്ങി തൊട്ടടുത്തൊരു വീടുണ്ട് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അങ്ങോട്ട് ഓടും. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് പ്രാക്ടീസ് എന്നും പറഞ്ഞു വിടും. ആ 1 മാസം എൻജോയ് ആണ്. ക്ലാസ്സിന് കയറണ്ട, പ്രാക്ടീസ് എന്നും പറഞ്ഞ് കിടന്നാൽ മതി. ഞാൻ മൊത്തം ആർട്സ് ആയിരുന്നു. ഞാൻ മൊത്തം ആർട്സ് ആയിരുന്നു. ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് യൂത്ത് ഫെസ്റ്റിവൽ വരുന്നുണ്ടേ കുട്ടിസാറായിരുന്നു ഈ കലാപരമായിട്ടുള്ളതിനൊക്കെ മെയിനായിട്ടുള്ള ആള്. കുട്ടിസാർ ഇതുപോലെ ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിക്കും, നിങ്ങളുടെ ഓപ്പനയില്ലേ, നിങ്ങളുടെ തിരുവാതിരയില്ലേ, എന്നിട്ട് ക്ലാസ് കെട്ട് ഫസ്റ്റ് പീരീഡ് മാത്രമായിരിക്കും. അത് കഴിഞ്ഞാൽ ഉടനെ പ്രാക്ടീസ് എന്നും പറഞ്ഞ് പോവുക. പക്ഷെ പ്രാക്ടീസ് ആയിരുന്നു കേട്ടോ, വെറുതെ ക്ലാസ് കട്ട് ചെയ്തല്ല, പ്രാക്ടീസ് തന്നെ ആയിരുന്നു. നല്ല രസമായിരുന്നു ആ സമയത്തൊക്കെ. 10ാം ക്ലാസ് വരെ എല്ലാത്തിനും അറ്റൻഡ് ചെയ്യുമായിരുന്നു. എല്ലാത്തിനും പേര് കൊടുക്കും, അവതരിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ഒറ്റ സർട്ടിഫിക്കറ്റും ഇല്ല കയ്യിൽ. എനിക്ക് ആർട്സിൽ ഒറ്റൊരു പ്രോഗ്രാം അറിയത്തില്ല. എന്റെ മമ്മിയുടെ ചേച്ചിയുടെ മക്കളൊക്കെ നല്ല ഡാൻസ് ഒക്കെ എന്നൊക്കെ സ്റ്റെപ്പ് ഉണ്ട്. എനിക്കൊരു സ്റ്റെപ്പ് പോലും വെക്കാൻ അറിയില്ല. ഇത് കണ്ടപ്പോൾ ഞാൻ ഓർക്കും എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എവിടെ പോയെന്ന്. അത്ര സീരിയസ്നെസ്സിലല്ലോ, കിട്ടും കളയും. ചിഞ്ചു ഭദ്രമായിട്ട് 3ാം ക്ലാസ് തൊട്ടുള്ളത് സൂക്ഷിച്ചു വെച്ചേക്കുവാണ്. ദൈവമേ. ഇപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ കുറേ കാണുമല്ലോ. അപ്പോൾ എപ്പോഴൊക്കെ അവന്മാരത് അഴുക്കാക്കുന്നു അന്നേരം ഉള്ളതങ്ങ് കഴുകിയിടുമേ, അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി ആവുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഷിഞ്ചു വന്നപ്പിനാണ് ഞങ്ങളുടെ അലക്ക് കല്ലിനെ ഇത്രയും യൂസ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഡെയിലി കല്ലിലടിച്ച് കഴുകാറില്ലല്ലോ. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അത്യാവശ്യം എരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ നിന്ന് ഗ്രേവി മാറ്റാം. കഷ്ണങ്ങൾ അതിൽ തന്നെ ഇട്ടേക്കാം. അത്യാവശ്യം നന്നായിട്ട് ബീഫ് വെന്തിട്ടുണ്ട്. അത് ഇപ്രാവശ്യം ഉണ്ടല്ലോ ബീഫ് കട്ട് ചെയ്തപ്പം
ഇത്തിരി ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് തന്നെ. എല്ലാ പ്രാവശ്യവും ഇച്ചിരി വലുതായിട്ടാണ് കിട്ടുന്നത്. പ്രാവശ്യം ഇത്തിരി ചെറുതായിപ്പോയി. ഇതെല്ലാം കോരി മാറ്റട്ടെ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. സാധാരണ റൈസ് ആദ്യം ഒരു പാത്രത്തിൽ വേവിച്ചിട്ട് ബാക്കി ബീഫൊക്കെ വേറൊരു പാത്രത്തിൽ വരട്ടി ഇതിനകത്തോട്ട് ഇടുക ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ചോറ് നമ്മൾ പ്രത്യേകം വേവിച്ചത് കൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഇതിൽ തന്നെ ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റേ ഓയിലോ നെയ്യോ ഒക്കെ എടുക്കാം. കുറച്ച് നെയ്യോടെ ഒഴിക്കുവാണേ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യ് ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ട് ഒഴിക്കാം. ധൈര്യമായിട്ടൊന്നും ഉദ്ദേശിച്ച മറ്റൊന്നുമല്ല, ഇത്തിരി കൂടുതലൊക്കെ ഒഴിക്കാമെന്ന് ഉദ്ദേശിച്ചതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. ഞാൻ നേരത്തെ ഇട്ട റെസിപ്പിക്കകത്ത് നട്ട്സ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നട്ട്സ് ഇട്ടും ചെയ്യാം, ഇടാതെയും ചെയ്യാം, ഒക്കെ നമ്മുടെ ഇഷ്ടം. കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കറുപ്പോ പച്ചയോ ഏത് വേണേലും എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിയൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എത്ര നമുക്ക് മസാല അഡ്ജസ്റ്റ് ചെയ്യണോ ഈ സമയത്ത് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ദാ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ഫ്രൈ ആയി. ഇത്രയും മതി. ഇതിനൊക്കെ കൂടുതൽ നിങ്ങൾക്ക് ഫ്രൈ ആക്കണമെങ്കിൽ ആക്കാമേ. ഞാനിതിങ്ങ് മാറ്റുക. അപ്പോൾ ഈ ഒരേ പാത്രത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വേറെ പാത്രത്തിൽ ചെയ്താൽ മതിയേ. ഇനി നമ്മുടെ ഗ്രേവി ഇല്ലേ, അത് ഇച്ചിരി ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി റൈസ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ചോറ് വേവിക്കാനേ. കാരണം ഇതിനകത്ത് കിടന്നു ഇനിയും ദമ്മാണ്. നമ്മളല്ലാതെ ചെയ്യുവാണെങ്കിൽ, വറ്റിച്ചെടുക്കുവാണെങ്കിൽ ഈ ഗ്രേവി വെള്ളവും ബാക്കി സാധാ വെള്ളം കൂടെ മിക്സ് ചെയ്താൽ ചോറ് വേവിക്കുന്നേ. ഇനി കുറച്ച് ബീഫ് ഫ്രൈ ചെയ്തില്ലേ, അതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും ഗ്രേവി ഒഴിക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഗ്രേവി നമുക്ക് ഒത്തിരി വേണ്ട കേട്ടോ, കുറച്ച് മതി. മല്ലിയില പുതിനയിലയൊക്കെ വേണം ഇടാമേ. അപ്പോൾ ഇനി നമുക്ക് ദമ്മിടാം. ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വെക്കാം. ആദ്യം ഒരു 4-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അതിനുശേഷം തീ കുറച്ച് ഒരു 10-15 മിനിറ്റ് ദമ്മിരിക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് ദമ്മായിട്ടുണ്ട്. ആ ഗ്രേവി എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ ആദ്യമിട്ട റെസിപ്പി ഫോളോ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അത് നിങ്ങൾക്ക് അതിനോടാണ് പ്രിയമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്കും അതിനോടാണ് താല്പര്യം. കാരണം ആ മസാലയ്ക്കകത്ത്, അതായത് ബീഫ് വേവിച്ച ഗ്രേവിയും ബാക്കി വെള്ളവും ഒഴിച്ച് അതിനകത്താണല്ലോ നമ്മൾ റൈസ് വേവിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഗ്രേവിയൊക്കെ റൈസിനകത്ത് നന്നായിട്ട് പിടിക്കും. ഈ അരി വേവുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാൻ. നമ്മൾ ഒഴിച്ച ഗ്രേവിയൊക്കെ നന്നായിട്ട് റൈസിലൊക്കെ പിടിച്ച് ദമ്മായിട്ടുണ്ട്. അപ്പോൾ അരി കണ്ടില്ലേ, ഒന്നിലൊന്നേ തൊടാതെ കിടക്കുന്നത്, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. അതാണ് ഈ അരിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്രയെങ്കിലും വെള്ളമയം തോന്നുന്നു എങ്കിൽ യാതൊരു സംശയവും വേണ്ട. ഇച്ചിരി ഒന്ന് തണുക്കുമ്പോൾ നല്ല ഡ്രൈ ആവുകയെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് അല്ലെങ്കിൽ ബീഫ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇളക്കിയ സമയത്ത് ഇത്രയും കളറ് കണ്ടില്ല. കാരണം ആ ക്യാമറയിൽ കൂടി നോക്കുമ്പോൾ കളർ വളരെ കുറവായിരുന്നേ. ഇതാണ് റൈസിൻ്റെ യഥാർത്ഥ കളർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ കഴിക്കുന്നതല്ലേ ലാസ്റ്റിൽ കാണിക്കുന്നത്. കഴിഞ്ഞ ചിക്കൻ ബിരിയാണി വെച്ച ദിവസം എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ പോലും അറിഞ്ഞത്, അയ്യോ ഞാനത് സെർവ് ചെയ്യുന്നത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ എന്നാൽ ഇന്നത്തെ ഡിഷിന് ഇങ്ങനെയാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. എന്തുണ്ടെങ്കിലും അഭിപ്രായം ഇടാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.